ഡാനി, രാഷ്ട്രീയപരമായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ പിണക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF-ന് കടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കോൺഗ്രസിന് അതിന് മുൻകൈ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു വിലയിരുത്തലുകൾ കൂടിയാണ് അഡ്വക്കേറ്റ് കെ ജയശങ്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ നേരത്തെ ഡാൻ പറഞ്ഞപ്പോൾ കോതമംഗലം രൂപതയുടെ കയ്യിലാണ് പന്ത് നിൽക്കുന്നത്. രൂപതയ്ക്ക് തീരുമാനിക്കാനാവും. രൂപതയ്ക്ക് അങ്ങനെയാണെങ്കിൽ തന്നെ ഷിബു തെക്കുംപുറം സഭയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാൾ ആ തരത്തിലൊരു സമ്മർദ്ദത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് അങ്ങനെ ഒരു ശക്തമായ ഒരു നീക്കത്തിലേക്ക് കടക്കുമോ? എങ്ങനെയായിരിക്കും രൂപതയുടെ ഒരു സ്റ്റാൻഡ് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടണം? അപർണ, ഇക്കാര്യത്തിൽ സഭയ്ക്ക് ചില ഇടപെടലുകൾ എല്ലാം നടത്താം. പക്ഷേ സഭ വളരെ ശക്തമായി വാദിച്ചൊരു സ്ഥാനാർത്ഥിയെ മാറ്റുവാൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ഇടപെട്ട ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞ് നേരിട്ട കളത്തിൽ വരുമോ എന്നെല്ലാം തന്നെ നമുക്ക് പരിശോധിക്കേണ്ടി. ചില അനിഷ്ടങ്ങൾ പ്രകടമാക്കാം, തുറന്ന് പ്രകടമാക്കാം, കാരണങ്ങൾ ചെയ്യാം. പക്ഷേ കഴിഞ്ഞ തവണ ഈ വിഷയങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പോലും ഇത്രത്തോളം വോട്ടിന് അടുത്ത് വരാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ഈ കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തിയായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തീർത്തും പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നതാണ് പൊതുവിൽ പറയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാണ് എന്ന രീതിയിലാണ് കേരള കോൺഗ്രസ് മറുപടിയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നത്. കാരണം ഇത്ര നേരത്തെ അഡ്വക്കേറ്റ് ശ്രീ ജയശങ്കർ പറഞ്ഞതുപോലെ ഇത്രത്തോളം സമയം അവിടെ ഫീൽഡ് ചെയ്തിരുന്ന ഒരാളെ പെട്ടെന്ന് മാറ്റുക എന്നത് മുന്നണി മര്യാദകൾ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ട. ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു ആശയവും അതോടൊപ്പം തന്നെ അവരൊരു ആഗ്രഹവുമായിരിക്കാം ഇത്തരമൊരു സീറ്റ് എടുത്ത് പകരം വെച്ച് മാറുക എന്നത്. പക്ഷേ അതിന് മറ്റു ചില സമവാക്യങ്ങൾ, പ്രത്യേകിച്ച് മുന്നണിയുടെ കാര്യത്തിലുള്ള അത്തരം ചേരുവകൾ കൂടി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. അത് ഒരു കവർന്നെടുക്കുന്ന രീതിയിലേക്ക് പോകുന്നത്, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നെങ്കിൽ അത് വലിയ രീതിയിലൊരു പൊട്ടിത്തെറിയിലേക്കെല്ലാം തന്നെ നീങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് ഇത്രയുമായിട്ടും അവിടെ ആ ഒരു സ്ഥാന ഷിബു തെക്കുംപുറം അടക്കം അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും അവസാന നിമിഷം അവിടെ നിന്ന് ആ മണ്ഡലം മാറുക എന്നതടക്കമുള്ളൊരു നിർദ്ദേശം നൽകുമ്പോൾ എത്രത്തോളം പ്രായോഗികമാണെന്ന് ആലോചിക്കേണ്ടി വരികയും ചെയ്യും. അതിൽ സഭ എങ്ങനെ ഇടപെടുന്നു എന്നതാണ്. പ്രത്യേകിച്ച് വലിയ രീതിയിലേക്കുള്ള എതിർപ്പ് സർക്കാരുമായി ബന്ധപ്പെട്ടും എല്ലാം തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പല വിഷയങ്ങളിലും സഭ ആ രീതിയിലാണ് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നത്. UDF-നകത്ത് ഒരു സ്ഥാനാർത്ഥി നിർണയം തീരുമാനിക്കുന്ന രീതിയിലേക്ക് ഒരു കൈകടത്തൽ ഉണ്ടാകുമോ എങ്കിൽ അത് സത്യത്തിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴി തുറക്കുന്നതാണ്. അങ്ങനെയൊരു ചർച്ചയിലേക്ക് സഭ കടന്നു വരുമോ എന്നതാണ് അറിയേണ്ടത്. ഓക്കെ.